ബീഹാറിൽ വികസനം മുൻനിർത്തി ശക്തമായ പ്രചാരണവുമായി CPIM. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാറിൽ വികസനമല്ല അഴിമതിയാണ് നടക്കുന്നതെന്ന് മുതിർന്ന CPM നേതാവ് സുഭാഷിണി അലി കൈരളി ന്യൂസിനോട് പറഞ്ഞു. മഹാഗഠബന്ധൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് വീതം സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് പിപ്ര മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി രാജ്മംഗൽ പ്രസാദും പ്രതികരിച്ചു. വികസനം മുൻനിർത്തിയുള്ള ശക്തമായ പ്രചരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. മുതിർന്ന നേതാക്കളായ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മുഹമ്മദ് സലീം ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. നിതീഷ് കുമാർ സർക്കാരിന്റെ കീഴിൽ വികസനമല്ല അഴിമതി മാത്രമാണ് നടക്കുന്നതെന്ന് മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സുഭാഷിണി അലി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണ് പ്രധാനമെന്നും SIR-ലൂടെ 65 ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് BJP അവരുടെ പ്രസക്തി നഷ്ടപ്പെടുന്നുവെന്ന് ഭയപ്പെടുന്നതിന്റെ തെളിവെന്നും സുഭാഷിണി അലി പറഞ്ഞു. Today the biggest issue is the issue of defending democracy and defending the constitution, because the experiment that they started in Bihar with this SIR and removal of 65 lakh votes, that shows that the BJP is now determined, because they feel that they are losing their popularity, so now they are determined to destroy democracy and hang on to power. It's very clear now. ബീഹാറിൽ കർഷകരുടെ, യുവാക്കളുടെ, സ്ത്രീകളുടെ നിരവധി പ്രശ്നങ്ങൾ ആണുള്ളത്. ബീഹാർ ഭരിക്കുന്നത് RSS സർക്കാരെന്നും ഇത്തവണ ജനങ്ങൾ നിതീഷ് സർക്കാരിനെ പുറത്താക്കി തേജസ്വിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരുമെന്നും പിപ്രയിലെ CPM സ്ഥാനാർത്ഥി രാജ്മംഗൽ പ്രസാദ് കൈരളിയോട് പ്രതികരിച്ചു. JDU नहीं, ये RSS की सरकार है, BJP की सरकार है और ये पूरी तरह से फेल है, लॉ एंड ऑर्डर के मामले में फेल है और जनता इस सरकार को हटाने जा रही है और बिहार में नई सरकार तेजस्वी के नेतृत्व में आने जा रहा है. മഹാഗഠബന്ധൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് വീതം സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നും രാജ്മംഗൽ പ്രസാദ് കൂട്ടിച്ചേർത്തു. 4 സീറ്റുകളിലാണ് CPIM മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നത്. നിതീഷ് കുമാർ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചും വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുമാണ് മഹാസഖ്യത്തിന്റെ പ്രചരണം. പിപ്രയിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.